നമ്മുടെ ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റലിനത് വളരെയധികം യൂസ്ഫുൾ ആയി മാറുന്ന ഒരു സ്ഥലമാണ്. കാരണം ആദ്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലം റിസപ്ഷനാണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുന്നത് പോലും ഈ റിസപ്ഷനിൽ എങ്ങനെ ബിഹേവിയർ വരുന്നു എന്നൊക്കെ വെച്ചിട്ടാണ്. അവർ വളരെ ഒരു ഒബ്സർവിങ് മൈൻഡ് സെറ്റിലായിരിക്കും ഫസ്റ്റ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷനിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത പേഷ്യൻറ്റിനെ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മൈഗ്രേവ്സിൽ കൂടെ എമർജൻസി രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പേഷ്യൻ്റ് അടുത്ത് പോയി ഇരുന്ന് അവരുടെ കൂടെ കസേരയിലിരുന്ന് സംസാരിച്ചുകൊണ്ട് PRO രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്കൊരു QR കോഡ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് റിസപ്ഷനിൽ തന്നെ. ആ QR കോഡ് വഴി അവരുടെ കാര്യങ്ങൾ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F5 ഫോൺ നമ്പർ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് അത് മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഡേറ്റ. സോ നമുക്കത് ടൈപ്പ് ചെയ്യുന്ന ലാഗ് ഒഴിവാക്കാൻ പറ്റും, തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റ് ഒരിക്കൽ വന്ന് പോയി കഴിഞ്ഞ് റീവിസിറ്റ് വരുമ്പോഴും നേരെ റിസപ്ഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ റിസപ്ഷനിൽ റീവിസിറ്റ് എത്തുമ്പോൾ അവരുടെ ബന്ധുവീട്ടിൽ പോകുന്നതിനേക്കാൾ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുക. അന്ന് എന്നോട് വളരെ ചിരിച്ച് സുന്ദരമായി സംസാരിച്ച റിസപ്ഷനിസ്റ്റാണ് എനിക്ക് ഓർമ്മയുണ്ട് ആ കുട്ടി എനിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് വരിക. പക്ഷെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് നൂറുകണക്കിന് പേഷ്യൻസ് ഒരു ദിവസം റിസപ്ഷനിൽ വരുന്നതാണ്. കൃത്യമായിട്ട് അവരെ ഓർത്ത് ഇരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അവിടെയാണ് നമുക്ക് F3 ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ എന്നാണ് രജിസ്റ്റർ ചെയ്ത് എപ്പോഴൊക്കെയാണ് വന്നത്, അവർ ഏത് ഡോക്ടറെയാണ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് അവർ കാണാൻ പോകുന്ന ഡോക്ടർ മോസ്റ്റ് പ്രോബ്ലി ആരായിരിക്കും, ഇവർ ഏതൊക്കെ വീക്ക് ഡേയ്സിലാണ് സ്ഥിരമായി വരുന്നത്, ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ഡേയിലാണോ വന്നത്, ഈ പേഷ്യൻറ്റിന് കാണാൻ പോകുന്ന ഡോക്ടർ എപ്പോഴാണ് തുടങ്ങിയത്, ഇന്ന് എത്ര നേരം വെയിറ്റിംഗ് ആ OPDയിലേക്ക് ടിക്കറ്റ് എടുത്താലുണ്ട്, ഈ പേഷ്യൻ്റ് ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്ത് ശീലമുണ്ട്, ഈ പേഷ്യൻ്റ് നേരത്തെ തർക്കമുണ്ടാക്കി ഡോക്ടറെ കാണാതെ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങി തിരിച്ചു പോയിട്ടുള്ള ആളാണോ, അങ്ങനെ പേഷ്യൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ധാരാളം ഇൻഫർമേഷൻസ് അവിടെ അവൈലബിൾ ആ റീവിസിറ്റ് വിൻഡോയിൽ തന്നെ. ഞാൻ അതിൻ്റെ ഒരു വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു വിൻഡോയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് വളരെ കൂളായിട്ട് വളരെ പരിചിതമായതുപോലെ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അവരുടെ തൊട്ട് മുമ്പ് കഴിഞ്ഞ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ചയായി, 2 മാസമായി, എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു സൗഹൃദം ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യപ്പെട്ട ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ ചെയ്തിട്ടാണ് ഡോക്ടറെ കാണേണ്ടത്, ആ വിവരങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റും. സോ ഒരു സമഗ്രമായ പേഷ്യൻ്റ് നോളജിലാണ് റിസപ്ഷനിലിരിക്കുന്നവർ അവരോട് പെരുമാറുന്നത്. അത് നമ്മൾ ബോധപൂർവ്വം അങ്ങനെ എടുത്താൽ പേഷ്യൻറ്റിന് വല്ലാത്തൊരു ഫ്രണ്ട്ലി മൂഡ് കിട്ടും. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിന് റിസപ്ഷന് വലിയൊരു റോളുണ്ട്.